ഒരു ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. സാധാരണ യുദ്ധസമയത്തോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്താറ്. ഇങ്ങനെ ഒരു അസമയത്ത് ഇങ്ങനെ ഒരു വെളിപാട് വന്നപ്പോൾ എല്ലാവരും പേടിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് ഓടി വരുന്നത്. എന്തു പറ്റി? ഏതെങ്കിലും ശത്രുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ? എവിടേക്കെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുകയാണോ? അതല്ല ഇനി പ്രവാചകന് എന്തെങ്കിലും സംഭവിച്ചോ? ഇങ്ങനെ പലവിധ ആദികളുമായിട്ടാണ് ഓരോ സ്വഹാബിമാരും മദീന പള്ളിയിലേക്ക് ഓടി വരുന്നത്. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ശാന്തമായിട്ട് സന്തോഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തൻ്റെ മുന്നിൽ 30 ആളുകൾ, തങ്ങൾ ഇതുവരെ മദീനയിൽ കണ്ടിട്ടില്ലാത്ത മറ്റേതോ നാട്ടിൽ നിന്ന് വന്ന കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തടിച്ചുകൂടിയ മദീനയിലെ ആളുകളോട് പറയുന്നു, ഇവർ ഫലസ്തീനിൽ നിന്നും വരുന്ന ആളുകളാണ്. ഇതുവരെ ഇവർ ക്രിസ്ത്യാനികളായിരുന്നു. ഈ നിമിഷം അവർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയും കാലം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം അവർ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങളോടെല്ലാവരോടും പറയണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സമയത്ത് പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആമുഖത്തിന് ശേഷം അവിടേക്കെത്തിയ ആ 30 പേരെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ നേതാവായിരുന്ന ആളെ മുന്നിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഇതാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ഇവർ ഫലസ്തീനിൽ നിന്നാണ് വരുന്നത്. വളരെ സമ്പന്നനായ കച്ചവടക്കാരനായ സ്വഹാബി. അവരുടെ കഥ അവർ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ മദീനയിലെ ആളുകളോട് സംസാരിക്കുകയാണ്. പ്രവാചകനും സ്വഹാബത്തും ആ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിലെ മനോഹരമായ ഒരു അധ്യായമാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റേത്. ചരിത്രത്തിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി തീർക്കുന്നത് അദ്ദേഹം ദജ്ജാലിനെ കാണുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ മറ്റാരും കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു അധ്യായമാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത്. ഇന്ന് ഈ റമളാൻ സീരീസിൽ സ്വഹാബയിൽ നമ്മൾ ഇരുന്നിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ് പറയുന്നത്. ചരിത്രത്തിലെ മനോഹരമായ അധ്യായമായ അദ്ദേഹം ദജ്ജാലിനെ നേരിട്ട് കാണുന്നു എന്ന കഥയാണ് നമ്മൾ ഇന്നിവിടെ ആവിഷ്കരിക്കുന്നത്. ഫലസ്തീനിലാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. വളരെ വലിയ സമ്പന്നനായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്താകമാനം പലയിടങ്ങളിലായി സഞ്ചരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജോലിയും വിനോദവുമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന അവിടെ ഫലസ്തീനിലുണ്ടായിരുന്ന ക്രിസ്ത്യൻസുമായിട്ട് സദാ സംവാദത്തിൽ ഏർപ്പെടുകയും അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചറിയുകയും ക്രിസ്ത്യൻ അച്ഛന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുകയും ആ പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന യഥാർത്ഥ മതവിശ്വാസിയായിരുന്നു തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കച്ചവട യാത്രയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മക്കയിൽ നിന്നുള്ള കുറച്ച് മുസ്ലിം കച്ചവടക്കാരുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുകയും അവിടെ മക്കയിൽ അവതരിച്ചിട്ടുള്ള പുതിയൊരു പ്രവാചകനെ പറ്റിയുള്ള വാർത്തകളൊക്കെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്ത്യൻ പണ്ഡിതന്മാരുമായിട്ട് ഈ പുതിയ വാർത്ത കൈമാറുന്നുണ്ട്. അവർ പറയുന്നു, നമ്മുടെ മതം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയോ അകന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പ്രവാചകൻ അത് അറേബ്യയിലാണ് ജനിക്കാൻ പോകുന്നത്. ആ പ്രവാചകനായിരിക്കും നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തെ പിന്തുടരാനും പോയി സന്ദർശിക്കാനും ഒക്കെ ആ പണ്ഡിതന്മാർ ഇദ്ദേഹത്തോട് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഫലസ്തീനിൽ നിന്നുള്ള 30 ആളുകളുമായിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കപ്പൽ കയറുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തനാക്കി തീർക്കുന്ന ഒരു യാത്രയാണ് അവർ അന്നവിടെ ആരംഭിക്കുന്നത്. കപ്പൽ ദിവസങ്ങൾ നീണ്ട അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം കടൽ പ്രക്ഷുബ്ധമാവാൻ തുടങ്ങുന്നു. അതിശക്തമായ തിരമാലകൾ ആ കപ്പലിനെ തകർത്ത് കളയുമോ എന്ന് പോലും അവർ ഭയപ്പെടുന്നു. അത്രമേൽ ഭീമാകരമായ സ്വത്വമായിട്ട് ആ കടൽ മാറുകയാണ്. അവരുടെ കപ്പലുകൾ തകർന്നു വീഴാനായിക്കൊണ്ടിരിക്കെ ചെറിയൊരു ദ്വീപിൽ ചെന്നിട്ടാണ് ആ കപ്പൽ അടിയുന്നത്. അങ്ങനെ അവർ ആ കപ്പലിൽ നിന്നിറങ്ങി ആ ദ്വീപിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ മുന്നിൽ ഭീമാകരമായ ഒരു ജീവി പ്രത്യക്ഷപ്പെടുന്നു.
ആ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിൻ്റെ മുൻഭാഗം ഏതാണ് പിറകുവശം ഏതാണ് എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അത്രമേൽ രോമാവൃതമായ കറുകറുത്ത നിറമുള്ള അത്രയും വലിപ്പമുള്ള ഭീമാകരമായ ഒരു സ്വത്വത്തെയാണ് അവർ ആ ദ്വീപിൽ വെച്ച് കാണുന്നത്. അവരെല്ലാവരും അത്രമേൽ ഭയപ്പെട്ടു പോവുകയാണ് ഈ വലിയ ജീവിയെ കണ്ടിട്ട്. ഉടനടി ഈ തമീമുദ്ദാരി തൻ്റെ ധൈര്യം മുഴുവൻ സംഭരിച്ചെടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഉടനടി ആ വലിയ ജീവി സംസാരിക്കാൻ തുടങ്ങുന്നു, ഞാൻ ജാസൂസ്. ജാസൂസ് എന്നാൽ ബീസ്റ്റ്, ഭീകര സ്വത്വം എന്നൊക്കെയാണ് അറബി പദത്തിൽ അതിൻ്റെ അർത്ഥം. ഉടനടി ആ മൃഗം വീണ്ടും സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഒരു ഗുഹ കാണാം, ആ ഗുഹയിൽ ഒരാൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൂടെ പറഞ്ഞ് ആ വലിയ ജീവി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പക്ഷേ ഇവരുടെ ഭയം അത്രമേൽ വർദ്ധിക്കുകയായിരുന്നു. ഇനി ആരാണ് ഇതുവരെ അറിയാത്ത ഈ രഹസ്യമായ ദ്വീപിൽ തങ്ങളെ കാത്തിരിക്കുന്നത്? വളരെ പേടിയോടുകൂടെയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും കൂടെയുള്ള ആളുകളും ദ്വീപിൽ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ അവരിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ആ വലിയ ഗുഹ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ആ ഗുഹയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ആ ഗുഹയിൽ അതിലും വലിയൊരു മനുഷ്യനെ അവർ കാണുന്നത്. ഇതുവരെ അവരവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം അത്രയും വലിയൊരു മനുഷ്യൻ, നീട്ടി വളർത്തിയ വലിയ മുടിയും താടിയും ഒക്കെ നിറഞ്ഞിട്ട് വലിയ നഖങ്ങൾ കയ്യിലുള്ള അതിൻ്റെ രൂപം അവർ വിശദീകരിക്കുന്നുണ്ട്. കയ്യുകൾ പിറകിലേക്ക് കെട്ടി കാലുകൾ ചെങ്ങലയിലേക്ക് ബന്ധിച്ച വലിയ ഒരു മനുഷ്യനെയാണ് അവർ ആ ഗുഹയിൽ അന്നേ ദിവസം കാണുന്നത്. ഇതുപോലെ തന്നെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ വലിയ മനുഷ്യനോട് സംസാരിക്കുന്നത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? ആ സമയത്ത് ആ വലിയ മനുഷ്യൻ പതിയെ തല ഉയർത്തിയിട്ട് അവരോട് മറുപടി പറയുന്നു, അതിനു മുൻപ് നിങ്ങൾ പറയൂ, നിങ്ങൾ ആരാണ്? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഞങ്ങൾ അറബികളാണ്, ഫലസ്തീനിൽ നിന്ന് വരികയാണ് 30 ആളുകൾ. ഞങ്ങൾ മദീനയിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടയിൽ വെച്ച് തിരമാലകൾ ശക്തമായി പ്രഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ കപ്പൽ ഇവിടെ ദ്വീപിൽ വന്ന് അടിയുകയും അതിനുശേഷം ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വലിയ ജീവിയെ കാണുകയും ആ ജീവിയാണ് നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞതെന്ന് ഇതുവരെ നടന്ന സംഭവങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്തും നിശബ്ദമായിരിക്കുന്ന ആ വലിയ മനുഷ്യൻ പിന്നീട് അവരോട് ചോദിക്കുന്നത് ബൈസാനിലെ ഈത്തപ്പനത്തോട്ടങ്ങളെ പറ്റിയാണ്. ഇന്നത്തെ ജോർദാനിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഈന്തപ്പനത്തോട്ടമാണ് ആ ബൈസാനിലെ ഈന്തപ്പനത്തോട്ടങ്ങൾ. ആ സമയത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മറുപടി ചോദിക്കുന്നു, അതെ, ബൈസാനിലെ ഈന്തപ്പനത്തോട്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അറിയേണ്ടത്? ആ സമയത്ത് ആ വലിയ മനുഷ്യൻ അവരോട് മറുപടി പറയുന്നു, അവിടെ ഇപ്പോഴും ആ ഈന്തപ്പന മരങ്ങളിൽ ഈന്തപ്പഴങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ആ സമയത്ത് അവർ മറുപടി പറയുന്നു, അതെ, വളരെയധികം ഫലഭൂഷ്ടമായി തന്നെ അതിൽ ഈന്തപ്പനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, എങ്കിൽ ആ ഈന്തപ്പന മരങ്ങളിൽ എവിടെയും ഒരു ഈന്തപ്പന പോലും കുലക്കാതെ അത്രയും വരൾച്ച ബാധിക്കുന്ന ഒരു കാലം വരാനുണ്ട്. പിന്നീട് ആ വലിയ മനുഷ്യൻ ചോദിക്കുന്നത് തൊബരിയ വെള്ളച്ചാട്ടത്തെ പറ്റിയാണ്. തൊബരിയ വെള്ളച്ചാട്ടത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അവിടെ ഇപ്പോഴും വെള്ളമുണ്ടോ? അതെ, ഇപ്പോഴും വളരെ സമൃദ്ധമായി തന്നെ അത് മനോഹരമായ വെള്ളച്ചാട്ടമായി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ ആ വെള്ളം മുഴുവനും വറ്റി വരളുന്ന ഒരു കാലം വരാനുണ്ട്. ആ വെള്ളച്ചാട്ടം മുഴുവനും അപ്രത്യക്ഷമായി പോകും. അവരിതെല്ലാം കേട്ടിട്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കാരണം ഇത്രയും ഫലഭൂഷ്ടമായ തോട്ടം, ഫലഭൂഷ്ടമായ വെള്ളച്ചാട്ടമൊക്കെയാണ് ഒരു ദിവസം നിശബ്ദമാകും അല്ലെങ്കിൽ അപ്രത്യക്ഷമാകും എന്ന് ഈ വലിയ മനുഷ്യൻ, ഇവിടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവരോട് പറയുന്നത്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, സ്വാറിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ആ സ്വാറിലെ വെള്ളച്ചാട്ടം ഇപ്പോഴും ഉണ്ട്. അത് സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് അതിൻ്റെ ജലസേചനമായും കൃഷിക്ക് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടത് എന്ന് മറുപടി പറയുന്നു. അദ്ദേഹം പറയുന്നെങ്കിൽ ഈ സ്വാറിലെ വെള്ളച്ചാട്ടവും തൊബരിയയിലെ തടാകവും ഒക്കെ വറ്റി വരളുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മക്കയിൽ നിരക്ഷരനായ ഒരാൾ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ടോ? ആ സമയത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, അതെ, അദ്ദേഹം പ്രവാചകനാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. മക്കയിൽ നിന്നിപ്പോൾ അദ്ദേഹം പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ടോ? ആ സമയത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, മക്കയിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അവിടെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് അദ്ദേഹം ഇപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത്. മദീനയിൽ ഇപ്പോൾ ഒരുപാട് വിശ്വാസികൾ വന്നിട്ടുണ്ട്, ഞങ്ങളും അദ്ദേഹത്തെ കാണാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ആ വലിയ മനുഷ്യൻ പറയുന്നത്, എങ്കിൽ
അദ്ദേഹത്തെ പിന്തുടരുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം. അതുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിക്കുക എന്നതാണ് ആ വലിയ മനുഷ്യൻ അവരോട് പറയുന്നത്. അതിനുശേഷം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വളരെ ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് വ്യക്തമായില്ല. ആ സമയത്ത് ആ വലിയ മനുഷ്യൻ തലയുയർത്തി മറുപടി പറയുന്നു, ഞാനാണ് മസീഹുദ് ദജ്ജാൽ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മസീഹുദ് ദജ്ജാലിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇത്രയും നേരം അവർ സംസാരിച്ചത് മുഴുവനും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. തൊബരിയ തടാകത്തിലെ വെള്ളം മുഴുവനും വറ്റി വരളും. സ്വാർ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമാകും. ജോർദാനിലെ ബൈസാൻ ഈന്തപ്പനത്തോട്ടങ്ങൾ മുഴുവനും വരൾച്ച ബാധിച്ചത് മുഴുവനും അപ്രത്യക്ഷമാകും. ഒരു ഈന്തപ്പഴം പോലും ഉണ്ടാവുകയില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതീർണവും ഇതെല്ലാം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ടാണ് ആ ദജ്ജാൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശേഷം പറയുന്നുണ്ട്, ഞാൻ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഈ ഗുഹയിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ സ്വതന്ത്രനാകും. അന്നേ ദിവസം 40 പകലുകളും 40 രാത്രികളും എടുത്തിട്ട് ഈ ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലൂടെയും ഞാൻ സഞ്ചരിക്കും. എല്ലായിടത്തും ഞാൻ എത്തിച്ചേരും. 2 സ്ഥലങ്ങൾ ഒഴികെ, ത്വയ്ബയും മക്കയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇവരുടെ ഈ കഥകളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ മിമ്പറിൻ്റെ മേലിലൊരു വടി കയ്യിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. പ്രവാചകൻ തൻ്റെ വടി ഇങ്ങനെ മണ്ണിൽ കുത്തിയിട്ട് ആ മിമ്പറിന്മേൽ കുത്തിയിട്ട് പറയുന്നു, ഹദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ. മക്കയിലേക്കും മദീനയിലേക്കും ഒരിക്കലും ദജ്ജാലിനെ പ്രവേശിക്കാനാവുകയില്ല. മദീനയിലേക്ക് കയറാനിരിക്കുന്ന സമയത്ത് വലിയ ആയുധങ്ങളുമായിട്ട് ദജ്ജാലിനെ എതിർക്കാൻ നിൽക്കുന്ന മലക്കുകളുടെ കഥയും ഈ ദജ്ജാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് അത്ഭുത വിദ്യകളും മാജിക്കുകളും ഒക്കെയാണ് ഈ ദജ്ജാൽ ആളുകളോട് കാണിക്കുന്നത്. അത് കാണിച്ചു കഴിഞ്ഞാൽ പല ആളുകളും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും കൂടെ കൂടുകയൊക്കെ ചെയ്യും. ഒരു ഒട്ടകങ്ങൾ ഒരുപാട് ചത്തുപോയ ഒരാളുടെ കഥ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഒരാളുടെ ഒട്ടകങ്ങൾ മുഴുവനും ചത്തുപോയ ഒരാളുടെ അടുത്തേക്ക് ഈ മസീഹു ദജ്ജാൽ വന്നിട്ട് പറയും, ഈ ഒട്ടകങ്ങൾ മുഴുവനും ഞാൻ ജീവിപ്പിച്ച് തരാം, നീ എന്നിൽ വിശ്വസിക്കുമോ? അദ്ദേഹം പറയും, അതെ, ഇതിനെ മുഴുവനും ജീവിപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കാം. ഉടനടി ദജ്ജാൽ അതിൻ്റെ മാജിക്കുകളും അത്ഭുത വിദ്യകളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒട്ടകങ്ങൾക്ക് മുഴുവനും ജീവനുള്ളതുപോലെ ഈ ഉടമസ്ഥന് തോന്നിപ്പിക്കും. ഉടനെ ആ ഉടമസ്ഥൻ ദജ്ജാലിൽ വിശ്വസിക്കുകയും ദജ്ജാലിൻ്റെ കൂടെ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ സഹോദരനും പിതാവും മരിച്ചുപോയ ഒരാളുടെ അടുത്തേക്ക്, മക്കൾ മരിച്ചുപോയ ആളുടെ അടുത്തേക്ക് ഒക്കെ ഈ ദജ്ജാൽ ചെന്നുകൊണ്ട് പറയുന്നു, ഇവരെ മുഴുവനും ജീവിപ്പിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഉടനടി ഈ അത്ഭുത വിദ്യകളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ കണ്ണുകളിൽ ഇവർ വീണ്ടും ജീവിച്ചതുപോലെ സൃഷ്ടിക്കുകയും ശേഷം അവരെല്ലാം ഈ ദജ്ജാലിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുത പ്രവൃത്തികളും മാജിക്കുകളും ഒക്കെയാണ് ഈ ദജ്ജാൽ അന്നത്തെ മനുഷ്യരോട് ചെയ്യുക. അതുവഴി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ പിറകെ കൂടുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയും എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മോട് പറയുന്നത്. മാത്രമല്ല മനോഹരമായ ചരിത്രം പറയുന്നുണ്ട്, ഇസ്രായേലിലെ ലുദ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ദജ്ജാൽ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇസ്രായേലിലെ ലുദ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം വധിച്ചു കളയുന്നത് എന്ന്. കാലങ്ങളേറെ മുന്നോട്ട് പോയി ഇന്ന് നമ്മൾ ഇസ്രായേലിൻ്റെ മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ ലുദ് എന്ന സ്ഥലത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ലുദ് എന്ന സ്ഥലത്താണ് ഇസ്രായേലികളുടെ എയർപോർട്ട് ഇന്ന് നിലനിൽക്കുന്നത്. യാത്രക്കൊരുങ്ങി നിൽക്കുന്ന ദജ്ജാലിനെയാണ് ഈസാ നബി അലൈഹി സ്വലാം ലുദ്ദിൽ വെച്ച് കൊല്ലുക എന്ന് പ്രമാണങ്ങൾ നമ്മോട് പറയുമ്പോൾ ഇന്നവിടെ ഒരു എയർപോർട്ട് നിലവിൽ വന്നിരിക്കുമ്പോൾ കാലങ്ങളേറെ കഴിഞ്ഞുപോയി ഒരു എയർപോർട്ടിൽ ഒരു വിമാനയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ദജ്ജാലിനെ ആയിരിക്കും ഈസാ നബി അലൈഹി സ്വലാം അവിടെ വെച്ച് കൊന്നുകളയുക എന്ന് ചരിത്രവും വർത്തമാനവും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഈ ദജ്ജാലിനെ കണ്ടത് പറയുമ്പോൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനും അവിടെ കൂടിയ സ്വഹാബത്തിനൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ അത്രമേൽ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടെ ചില സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, എങ്കിലും നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്കിയാലോ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ നമ്മളും ദജ്ജാലിനെ കണ്ടാലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അവരവിടെ പോയി നോക്കുകയും ആരും അത് കാണാതെ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് മാത്രം അള്ളാഹു കനിഞ്ഞേകിയ വലിയ ഒരു അനുഗ്രഹമായിരുന്നു ദജ്ജാലിനെ നേരത്തെ കാണുക, അതുവഴി ആ അധ്യാപനങ്ങളൊക്കെ നമ്മളിലേക്കും പ്രവാചകനിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും കൂടെ വന്ന 30 ആളുകളും
പ്രവാചകനിൽ വിശ്വസിക്കുകയും ഷഹാദത്ത് കലിമ ചൊല്ലി അവിടെ വലിയ രീതിയിൽ തന്നെ ആഘോഷമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പ്രവാചകന് സമർപ്പിക്കാൻ വേണ്ടി ഒരുപാട് മനോഹരമായ സമ്മാനങ്ങളൊക്കെ കരുതിയിട്ടാണ് മദീനയിലേക്ക് എത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനോഹരമായ ഒരു കുതിരയായിരുന്നു. ഒരു അറേബ്യൻ കുതിര പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തമീമുദ്ദാരി ഫലസ്തീനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒട്ടകങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല അത്രയും മൂല്യമുള്ള ഒരു വൈൻ ബോട്ടിൽ പ്രവാചകന് സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിൽ മദ്യം ഹറാമാക്കിയതൊന്നും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് അറിയുകയില്ല. ക്രിസ്ത്യൻസിന് അത് ഹലാലാണ്. ആ ഒരു അറിവ് വെച്ചുകൊണ്ടാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു വൈൻ ബോട്ടിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പൊട്ടിച്ച് കളയുക, അതെടുത്ത് വലിച്ചെറിയുക എന്ന അപമര്യാദയൊന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ അത് സ്വീകരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഇടപഴകുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ പൂർത്തീകരണമാണ് നമ്മളവിടെ പ്രത്യേകം എടുത്ത് വായിക്കേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ആ വൈൻ ബോട്ടിൽ സ്വീകരിച്ചിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ തന്നെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനും കൂടെ വന്ന ആളുകൾക്കും പറഞ്ഞു കൊടുക്കുകയാണ്, മദ്യം നമുക്ക് ഹറാമാണ്, അത് നമുക്ക് അനുവദനീയമല്ല എന്ന പാഠം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത്, അവരുടെ കൂടെ ഒരുപാട് അടിമകളുണ്ടായിരുന്നു, 5-6 അടിമകളുണ്ടായിരുന്നു തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ. അവരെ എല്ലാം നിങ്ങൾ സ്വതന്ത്രരാക്കണമെന്ന് പറയുന്നു. ഉടനടി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ അങ്ങത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാതിരിക്കാനാവില്ല, എല്ലാവരെയും സ്വതന്ത്രരാക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല തമീമുദ്ദാരി നൽകിയ മറ്റൊരു മനോഹരമായ സംഭവം, മനോഹരമായ സമ്മാനം എന്നുള്ളത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് വിളക്കുകൾ നൽകി എന്നുള്ളതാണ്. എണ്ണയിൽ പ്രവർത്തിക്കുന്ന വിളക്കുകൾ. അതോടുകൂടെ അത് പള്ളിയിൽ ഇങ്ങനെ കത്തിച്ചു വെക്കുകയും പള്ളി അതിമനോഹരമായ കാഴ്ചയായിട്ട് മാറി എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കിയ ഒരു അടിമയെ പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ജോലിക്ക് നിർത്തുകയാണ്. ഈ വിളക്കിലൊക്കെ എണ്ണ സ്ഥിരമായിട്ട് നിറക്കാനും സദാ അത് പ്രകാശിപ്പിച്ച് നിർത്താനും ഒക്കെ. അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് സിറാജ് എന്നാക്കുകയും ചെയ്യുന്നുണ്ട്. സിറാജ് എന്നാൽ വിളക്ക്, വെളിച്ചം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മനോഹരമായ ഇത്തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഏറെക്കാലം അദ്ദേഹം മദീനയിൽ തന്നെ പ്രവാചകൻ്റെ കൂടെ താമസിക്കുകയാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് അദ്ദേഹം ഖുർആൻ മനപ്പാടാക്കുന്നത്. അതിമനോഹരമായിട്ട് ഖുർആൻ ഓതുമായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി അദ്ദേഹം ഇമാമ് നിർത്തിയിരുന്നത് ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയാണ് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അത്രമേൽ പെട്ടെന്ന് തന്നെ ഹാഫിളാവുകയും മനോഹരമായിട്ട് ഖുർആൻ ഓതുകയൊക്കെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നിർവഹിക്കുമായിരുന്നു. മാത്രമല്ല വളരെ വലിയ ചാരിറ്റിക്ക് ഉടമയായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങൾ നമ്മൾ വായിച്ചു. ഇതുപോലെ അദ്ദേഹം മദീനയിൽ വന്നിട്ട് പിന്നീട് കച്ചവടം ആവശ്യാർത്ഥമൊക്കെ പോവുകയും വളരെ സമ്പത്ത് നേടുകയും അത് മുഴുവനും ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, ഒരു മൃഗത്തിനെ നമ്മൾ കെട്ടിയിട്ടു, അതിന് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് ഭക്ഷണം നൽകുകയും ചെയ്താൽ അത് കഴിക്കുന്ന ഓരോ ധാന്യത്തിനും നമുക്ക് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആനികമായ അടുപ്പവും ഇങ്ങനെ ദീനിനോടുള്ള അടുപ്പൊക്കെ കാരണം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തമീം എനിക്ക് കെട്ടിച്ചു തരാൻ ഇനി മക്കളില്ല, എനിക്കെങ്ങാനും ഇനി പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങേക്ക് അവരെ വിവാഹം ചെയ്തു തരുമായിരുന്നു. ഇതിലും വലിയ അംഗീകാരം എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂലോകത്ത് നിന്ന് ലഭിക്കാനുള്ളത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്കും കെട്ടിച്ചു തരാൻ മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമായിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന പ്രവാചകൻ്റെ കസിനായിരുന്ന അടുത്തുണ്ടായിരുന്ന ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകളെ കെട്ടിക്കാൻ പ്രായമായ മകൾ എനിക്കുണ്ട് നബിയെ, അതുകൊണ്ട് ഞാൻ അവരെ ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിവാഹമൊക്കെ പ്രവാചകൻ്റെ ബന്ധു കൂടിയായിട്ട് മാറാണ് പിന്നീട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ ആരെങ്കിലൊക്കെ പിന്നീട് പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇസ്ലാമിൻ്റെ മതവിധികൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ഫിഖ് പഠിപ്പിച്ചു കൊടുക്കാൻ, നിസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പ്രവാചകനെ ഏൽപ്പിക്കുന്നത് ഇതേ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറെക്കാലം കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് മദീനയിലേക്ക് ഒരുപാട് കാലശേഷമാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പിന്നീട്
പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായിട്ട് ഇസ്ലാമിന് വലിയ സംഭാവനകൾ നൽകുന്ന, ഇസ്ലാമിന് വലിയ ശ്രേഷ്ഠതകൾ കൽപ്പിക്കുന്ന അത്രയും പ്രിയപ്പെട്ട മനുഷ്യനായിട്ട്, പ്രവാചകൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിയായിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഫിത്നയിൽ പെട്ടുകൊണ്ട് ഇനി സക്കാത്ത് നൽകില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് പ്രവാചകത്വം വാദിച്ചു വന്ന മുസൈലിമത്തിൻ്റെ കീഴിൽ പെട്ടുകൊണ്ട് മതപരിവർത്തനം നടത്തിയിട്ട് ഇസ്ലാമിൽ നിന്ന് പോയ ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ കാലങ്ങൾക്ക് ശേഷം തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ വരുമ്പോൾ അവർക്ക് ഇസ്ലാമികമായ പ്രമാണങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖൈറുൽ മുസ്ലിമീൻ്റെ അടുത്തേക്ക് ചെല്ലു എന്നുള്ളതാണ്. ഖൈറുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞയക്കുന്നത് ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കാണ് എന്നുള്ളതാണ് ആ ചരിത്രത്തിലെ മനോഹരമായ ഒരു രാത്രിയൊക്കെ ഏറെ നേരം നിന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുമായിരുന്നു. മാത്രമല്ല സ്വഹാബത്ത് പറയായിരുന്നു, രാത്രി തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത രാത്രികൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത്രമേൽ ഖുർആനുമായിട്ടും ഇസ്ലാമുമായിട്ടും പ്രവാചകനായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയം അത്രമേൽ രൂഢമൂലമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ദിവസം തഹജ്ജുദിനെ എഴുന്നേൽക്കാൻ അറിയാതെ പോയപ്പോൾ അടുത്തൊരു വർഷത്തേക്ക് മുഴുവനും ഇതിന് നഷ്ടപ്പെടുത്തിയ ശിക്ഷയുടെ ഭാഗമായിക്കൊണ്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു സ്വയം തഹജ്ജുദ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരു ശിക്ഷയായി നൽകി അത് മുഴുവനും മനോഹരമായി നടപ്പാക്കി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ആന്തരികവും ആത്മീയവുമായ ശുദ്ധി നമ്മോട് വിളിച്ചോതുന്ന മനോഹരമായ സംഭവങ്ങളാണ്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന ആയത്തിറങ്ങിയതിന് ശേഷം പള്ളിയിലേക്ക് വളരെ സുന്ദരമായിക്കൊണ്ടാണ്, വളരെ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് എത്തിയിരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യകാലത്ത് ഈ വിളക്ക് സമ്മാനിച്ചിരുന്നല്ലോ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അത് ഏറെക്കാലം മദീന പള്ളിയിൽ തന്നെ ഇങ്ങനെ പ്രഭ ചൊരിച്ചുകൊണ്ട് ആ പ്രകാശപൂരിതമാക്കി നിർത്തുമായിരുന്നു. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമുദ്ദാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്, ഇതേപോലെ നാളെ ആഖിറത്തിൽ സ്വർഗത്തിലൊരു വീട് പ്രകാശപൂരിതമാക്കിയിട്ട് തമീമുദ്ദാരിക്ക് അല്ലാഹു നീ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മദീനയിലേക്ക് പുതു ഇസ്ലാമിയായി വരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഈ ഇസ്ലാം എല്ലാത്തിനെയും അതിജയിക്കും, എല്ലാം നമ്മൾ കീഴ്പ്പെടുത്തും. ആ സമയത്ത് നബിയെ ബത്ലഹേമിലുള്ള ഒരു സ്ഥലം എനിക്കും എൻ്റെ ബന്ധുക്കൾക്കും നിങ്ങൾ ദാനമായിട്ട് നൽകണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. തൊട്ട് മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ് ബത്ലഹേമിലുള്ള ഒരു സ്ഥലം തങ്ങൾക്ക് എഴുതി തരണം എന്ന് പറയുന്നത്. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുകയും പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അത് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ആ ബത്ലഹേമിൽ അദ്ദേഹം പറഞ്ഞ ആ സ്ഥലം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകുകയും ഇന്നും അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനാവും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ഫിത്നകൾ നടക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം തേടിക്കൊണ്ടാണ് പിന്നീട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഈ മദീനയിൽ നിന്നും തൻ്റെ ജന്മനാടായ ഫലസ്തീനിലേക്ക് പിന്നീട് ചെല്ലുന്നത്. അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതും. തമീമുദ്ദാരി റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ദജ്ജാലിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഏറെക്കാലം കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു മനുഷ്യൻ പിന്നീട് അത്രയും പ്രിയപ്പെട്ട പ്രവാചകൻ്റെ അല്ലെങ്കിൽ സ്വഹാബിമാരുടെ പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് മാറുന്ന അത്രയും രൂഢമൂലമായ ഈമാനികമായ വെളിച്ചമുള്ള ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. പ്രവാചകൻ്റെ വലിയ അംഗീകാരം അദ്ദേഹത്തെ തേടി എത്തുന്നുണ്ട്. എനിക്കൊരു മകളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് കെട്ടിച്ചു തരുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നിടത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ സ്വീകാര്യതയും അതുപോലെ തന്നെ തമീമുദ്ദാരിയുടെ വലിയ മനസ്സും നമ്മളവിടെ വായിച്ചെടുക്കാനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജന്മനാടിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ ഇപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെടിനിർത്തലും ഇസ്രായേലിൻ്റെ പിന്മാറ്റമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ റമളാൻ മാസത്തിലും അവിടെ ഒരുപാട് നിരപരാധികളായ ഒരുപാട് മനുഷ്യർ നിരന്തരമായിട്ട് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റൊക്കെ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഇപ്പോഴും ആളുകൾ ജീവത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മുസ്ലിം ആയതിൻ്റെ പേരിൽ, ഇസ്ലാം വിശ്വസിച്ചതിൻ്റെ പേരിലൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ വിജയവും വിമോചനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പരിശുദ്ധമായ മണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ലേബലിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു വലിയ വിജയത്തിലേക്ക് അത് എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാളെ ഇതേ സമയം ഇതുപോലെ മനോഹരമായ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.